ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയുടെ എപ്പിസോഡ് 10 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് അവസാനമായി ജിയ റോബോട്ടായി കിമ്മിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നതാണ്. അങ്ങനെ അവൻ അവളോട് നല്ല പോലെ എല്ലാം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കിം ജിയോട് പറയുന്നുണ്ട്, നീ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു 3 മണിക്കൂർ തരണം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കിം നേരെ ജിയെ കൂട്ടി പോകുന്നത് അവൻ ആദ്യം പഠിച്ച സ്കൂളിലേക്കായിരുന്നു. അവിടെ കുറച്ച് കുട്ടികളെല്ലാം ഫുട്ബോൾ എല്ലാം കളിക്കുന്നുണ്ട്. അപ്പോഴാണ് കിം ജിയോട് പറയുന്നത്, ഈ സ്കൂളാണ് എനിക്ക് ഒരുപാട് ആലോചിക്കാൻ പറ്റാതെ പോലുമുള്ള ഓർമ്മകൾ തന്നിരിക്കുന്നത്. ഈ സ്കൂളിൽ വെച്ചും എനിക്ക് രോഗമുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന ജിയക്ക് വളരെയധികം വിഷമമാണ് തോന്നുന്നത് കിമ്മിനോട്. അങ്ങനെ അവർ രണ്ടുപേരും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് അവിടെ മഞ്ഞ് പെയ്യുന്നത്. അത് കാണുന്ന കിമ്മിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ജിയയോട് പറയുന്നുണ്ട്, നിന്റെ കൂടെയുള്ള ആദ്യ മഞ്ഞാണിത് എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടി നേരെ പോകുന്നത് ലൈബ്രറിയിലേക്കാണ്. അവിടെ വെച്ച് കിം ജിയക്കൊരു ബുക്ക് നൽകി, ഈ ബുക്കിലുള്ള സ്റ്റോറി നീ എനിക്ക് വായിച്ച് കേൾപ്പിക്കണം എന്നെല്ലാം കിം പറയുന്നുണ്ട്. അങ്ങനെ ജിയ വായിച്ചു നോക്കി നിൽക്കുകയാണ് കിം. അപ്പോഴാണ് കിമ്മിൻ്റെ വാച്ചിൽ 3 മണിക്കൂറാകാൻ ഇനി 30 മിനിറ്റ് കൂടിയുള്ളൂ ബാക്കി എന്ന് കാണുന്ന കിം നേരെ ജിയെ കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് അവൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ജിയ കിമ്മിനോട് പറയുന്നുണ്ട്, മാസ്റ്റർ നിങ്ങൾ എൻ്റെ പവർ ബട്ടൺ ഓണാക്കി റീസ്റ്റാർട്ട് ചെയ്യൂ എന്നെല്ലാം പറയുമ്പോൾ കിം അവിടെ നിന്ന് വിഷമിച്ച് ജിയയോട് ഒരുപാട് കാര്യം സംസാരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ സന്തോഷിച്ചത് നീ കാരണമാണ് എന്നെല്ലാം പറയുന്നുണ്ട് കിം ജിയയോട്. എന്നിട്ട് കിം നേരെ ജിയുടെ അടുത്തേക്ക് വന്ന് അവളെ കിസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോഴാണ് കിമ്മിൻ്റെ വാച്ചിൽ നിന്ന് 30 മിനിറ്റിൽ ഇനി ആകെ 3 മിനിറ്റ് ബാക്കിയുള്ളൂ എന്ന് കാണുന്ന കിം നേരെ കിസ് ചെയ്യാതെ അവൻ്റെ കഴുത്തിലിടുന്ന മാലയെടുത്ത് ജിയൻ്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുമുണ്ട്, എനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടതായി ഈ ലോകത്തുള്ളത് ഇതാണ് നിനക്ക് ഞാൻ തരുന്നത്, നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാ സത്യവും ജിയോട് തുറന്നു പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് കിം നേരെ ജിയയുടെ കഴുത്തിലുള്ള ആ ബട്ടൺ ഓണാക്കിക്കൊണ്ട് അവൻ അവളെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കരയുകയാണ്. അങ്ങനെ കിമ്മിൻ്റെ അടുത്തു നിന്ന് ലബോറട്ടറിയിലേക്ക് പോയതിനു ശേഷം ആ വേഷമെല്ലാം അഴിച്ചു വെച്ച് നേരെ ജിയ സുന്നിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. സുന്നിനോട് ജിയ എല്ലാ കാര്യവും തുറന്നു പറയുന്നുണ്ട്. ജിയക്ക് വളരെയധികം വിഷമമായിരുന്നു അന്നേരം ഉണ്ടാക്കുന്നത്. കിമ്മാണെങ്കിൽ വളരെയധികം വിഷമിച്ചായിരുന്നു അവിടെ ഇരിക്കുന്നത്. കിമ്മിനെ തൻ്റെ ആരോ നഷ്ടപ്പെട്ടു പോയതുപോലെയാണ് തോന്നുന്നത്. അവൻ വളരെയധികം വിഷമിച്ചു. അവൻ വീണ്ടും ഒറ്റക്കായ പോലെയെല്ലാം കിമ്മിന് തോന്നുന്നുണ്ട്. ജിയയാണെങ്കിൽ വീട്ടിൽ വന്ന് കരച്ചിൽ തന്നെയായിരുന്നു. അവൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിരുന്നു കിമ്മിനെ വിട്ടുള്ള ഈ വരത്ത്. അവൾക്ക് AJ3 ആയി അഭിനയിച്ചുവെങ്കിലും കിമ്മിനോട് അവൾ തന്നെ അറിയാതെ ഒരു ഇഷ്ടം വന്നിരുന്നു. അതെല്ലാം കൊണ്ട് കിം ഇപ്പോൾ ഒറ്റക്കായി എന്നുള്ള എല്ലാ ചിന്തകൾ കൊണ്ടും ജിയ ഒരുപാട് വിഷമിച്ച് കരയുകയാണ്. പിറ്റേന്ന് രാവിലെ കിം എഴുന്നേറ്റ് വന്ന് AJ3 എന്ന് എഴുതി വെച്ച ആ റൂമിലേക്ക് കയറി. അവിടെ അവൾക്ക് വാങ്ങിവെച്ച എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യുകയാണ്. അത് പുറത്തെല്ലാം കൊണ്ടുപോയി വെക്കാമെന്ന ഭാവത്തിൽ അതെല്ലാം എടുത്തു വെക്കുന്നുണ്ട്. എന്നിട്ട് കിം ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവൻ തന്നെ മിററിൽ നോക്കി പറയുന്നത്, ഇത് നിന്റെ പുതിയ ജീവിതമാണ്, ഇതൊരു നല്ല തുടക്കമായി കൂട്ടിക്കോളൂ. നീ ഓഫീസിലെല്ലാം പോയി അവരോടെല്ലാവരോടും നല്ല പോലെ പെരുമാറണം. ഇനി നീ നല്ല വിജയത്തിലേക്ക് പോകും എന്നെല്ലാം കിമ്മിനെ നോക്കി തന്നെ പറയുന്നുണ്ട്. ജി ആണെങ്കിൽ രാത്രി കരച്ചിലെല്ലാം നിർത്താത്തത് കാരണം വളരെയധികം ക്ഷീണിച്ച് അവൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. കിമ്മ് നേരെ ഓഫീസിലേക്ക് ആരോടും വിളിച്ചു പറയാതെ അവൻ പോകുകയാണ്. അപ്പോൾ അവൻ വരുന്നത് കണ്ട് അവിടെയുള്ള എല്ലാ സ്റ്റാഫും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഒളിക്കുകയാണ്. എല്ലാവരും അവിടെ വിളിച്ചു പറയുന്നുമുണ്ട്, മാനേജർ വരുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ട് അവൻ നോക്കുന്നുണ്ട്, എന്തിനാണ് ഇപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവൻ അവരെ എല്ലാവരെയും നിർത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ആരും
നിർത്താതെ അവിടെ നിന്ന് ഓടുകയാണ്. ഇതെല്ലാം കണ്ട് കിമ്മിന് വളരെയധികം ചിരിയാണ് വരുന്നത്. അങ്ങനെ കിം ആ രാത്രി മുഴുവൻ വർക്ക് ചെയ്യുകയാണ്. വീട്ടിൽ പോലും പോകാതെ ആ അർദ്ധരാത്രി മുഴുവനും വർക്ക് ചെയ്യുന്നത് കണ്ട് ജിയുടെ ചേട്ടൻ കിമ്മിൻ്റെ സെക്രട്ടറി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തൂടെ ഇനി എന്നെല്ലാം പറയുന്നത് കേൾക്കുന്ന കിം പറയുന്നുണ്ട്, ഞാൻ കുറേ ദിവസമായില്ലേ വന്നിട്ട്, ഞാൻ എപ്പോഴും അങ്ങനെ വരാറൊന്നുമില്ലല്ലോ, ഇപ്പോഴെങ്കിലും ഞാൻ നല്ലപോലെ വർക്ക് ചെയ്യട്ടെ എന്നെല്ലാം കിം ജിയുടെ ചേട്ടനോട് പറയുന്നുണ്ട്. അങ്ങനെ രാത്രി കിം വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ കിം വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് അവൻ്റെ കിച്ചണിൽ നിന്ന് സയൻറ്റിസ്റ്റും അവരുടെ അസിസ്റ്റൻസും ഫുഡ് ഉണ്ടാക്കുന്നതാണ്. കിം പോയി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ കിം ചോദിക്കുന്നത് കേട്ട് സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ്, നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വരും എന്നെല്ലാം പറഞ്ഞ് അവർ കിമ്മിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അവർ കിമ്മിന് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. ആ ഫുഡ് കഴിച്ചു നോക്കുന്ന കിം പറയുന്നുണ്ട്, ഈ ഫുഡ് അത്രയ്ക്ക് രുചിയൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കുന്നത് അത്ര പോരാ എന്നെല്ലാം കേൾക്കുന്ന സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്. എന്നാൽ ആ ഫുഡ് അവിടെ വെച്ചേക്ക്, ഞങ്ങൾ കഴിച്ചുകൊള്ളാം പറയുമ്പോൾ കിം പറയുന്നുണ്ട്, അത് വേണ്ട, നിങ്ങൾ രാത്രി ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ഇത് ഞാൻ തന്നെ കഴിച്ചോളാം എന്നെല്ലാം പറഞ്ഞ് അവർ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സയൻറ്റിസ്റ്റ് അവർ വരുന്നതിൻ്റെ കാരണം ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ജിയ അവിടെ നിന്ന് പോകുമ്പോൾ സയൻറ്റിസ്റ്റിനോടും അവരുടെ കൂട്ടരോടും പറഞ്ഞിരുന്നു, ഞങ്ങൾ കാരണം ഇനി അവന് രോഗം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് അവന് ഒരാളുണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാക്കണം, അപ്പോൾ അവൻ ആ രോഗം ഇനി തിരിച്ചു വരില്ല എന്നെല്ലാം പറയുന്നുണ്ട് ജിയ. അത് കേട്ട് സയൻറ്റിസ്റ്റ്, അതെല്ലാം ഞങ്ങൾ ചെയ്തോളാം, നീ പോയിക്കോളൂ എന്നെല്ലാം അവളോടും പറയുന്നുണ്ട്. അങ്ങനെ ആ രാത്രി സയൻറ്റിസ്റ്റിൻ്റെ നിർബന്ധപ്രകാരം കിമ്മിൻ്റെ കൂടെ അവർ എല്ലാവരും കൂടി ഗെയിമെല്ലാം കളിക്കുന്നുണ്ട്. രാത്രി കിടന്ന് ഉറക്കം വരാതെ ബോറടിക്കുന്ന കിം നേരെ ജിയയാണ് വിളിക്കുന്നത്. ജിയ കോൾ എടുത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ കിം പറയുന്നുണ്ട്, നീ അന്ന് എനിക്ക് സാധനങ്ങളെല്ലാം വാങ്ങി തന്നില്ലായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇനിയും വേണം എന്ന് പറയുമ്പോൾ ജിയ പറയുന്നുണ്ട്, ഞാൻ ആ പണിയെല്ലാം ഒഴിവാക്കി എന്നെല്ലാം പറയുമ്പോൾ ജിയയോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഒരുപാട് ക്യാഷെല്ലാം തരാം, അല്ലെങ്കിൽ നീ എന്നോട് കുറച്ച് സമയം സംസാരിക്കുക, എനിക്കിവിടെ ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട് എന്നെല്ലാം കേൾക്കുന്ന ജിയക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. അവൾ ഉടനെ തന്നെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ജിയ ചേട്ടത്തിയുടെ അടുത്തേക്ക് വന്ന് ചേട്ടത്തിയോട് പറയുന്നുണ്ട്, ഞാൻ വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയാണ്, നിങ്ങൾ രണ്ടുപേരും സുഖമായിരിക്കണം എന്നെല്ലാം ചേട്ടത്തിയോട് ജിയ പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടത്തിയും അവരുടെ കൊച്ചും ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് പോകുന്നത്? അപ്പോൾ ജിയ പറയുന്നുണ്ട്, അതിൻ്റെ ഡേറ്റ് ഒന്നും ഉറപ്പിച്ചിട്ടില്ല, എന്നാലും ഞാൻ ഈ അടുത്ത് പോകുന്നുണ്ട് എന്നെല്ലാം അവരോട് ജിയ പറയുന്നുണ്ട്. അതേസമയം കിം ആണെങ്കിൽ റേയുടെ കൂടെ വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാൻ വരുന്നുണ്ട്. റേ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കിം പറയുന്നുണ്ട്, കുഴപ്പമില്ല. അതുമാത്രമാണ് റേയോട് കിം പറയുന്നത്. ഇതെല്ലാം കണ്ട് റേക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. റേ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ഭംഗിയെ പറ്റി എപ്പോഴും യൂച്ചോൾ പൊക്കി പറയുമായിരുന്നു, പക്ഷേ കിം യാതൊന്നും തന്നെ പറയുന്നില്ല. ഇതെല്ലാം ആലോചിച്ച് റേ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കിമ്മിനെ ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി യൂച്ചോളിൻ്റെ അച്ഛനായ കിമ്മിൻ്റെ അങ്കിൾ ഒരുപാട് കളികളെല്ലാം ചെയ്തു നോക്കുന്നുണ്ട്. അപ്പോഴാണ് കിം സാന്താ മരിയ എന്ന ടീമിനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് കിം അവിടെയുള്ള എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഇവരെ നിരീക്ഷിക്കുകയായിരുന്നു, ഇവരെൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാക്കിയിട്ടുണ്ട് എന്നെല്ലാം കേൾക്കുമ്പോൾ യൂച്ചോളിൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ആളുകൾ കൂടി കിമ്മിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുകയാണ്. അങ്ങനെ കിമ്മിന് വീണ്ടും അവൻ്റെ കമ്പനി തിരിച്ചു കിട്ടുകയുമാണ്. കിമ്മിൻ്റെ ആവശ്യപ്രകാരം ജിയ കിമ്മിന് ആ ലാമ്പ് അയച്ചു കൊടുത്തിരുന്നു. അവൻ അത് വെച്ച് നോക്കുകയാണ്. അവൻ എപ്പോഴും അവൻ്റെ റോബോട്ടിൻ്റെ അതേ ഓർമ്മകൾ തന്നെയായിരുന്നു അവിടെയെല്ലാം. കിം ഉടനെ തന്നെ അവൻ്റെ റോബോട്ടിനെ കാണാനായി അവിടെ സയൻറ്റിസ്റ്റിൻ്റെ ലബോറട്ടറിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സയൻറ്റിസ്റ്റിനോട് പറയുന്നുണ്ട്, നിങ്ങൾ റോബോട്ടിൻ്റെ ഫേസ് മാറ്റണ്ട, അത് തന്നെ ഇരിക്കട്ടെ, എനിക്കെൻ്റെ റോബോട്ടിനെ എപ്പോഴും എൻ്റെ കൂടെ വേണം, ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊള്ളാം, ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തല്ലോ, ഇനി പ്രശ്നമില്ല എന്നെല്ലാം സയൻറ്റിസ്റ്റിനോട് കിം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി കിം റോബോട്ടിനെ കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. റോബോട്ടിനോട് കിം ഒരുപാട് സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ ജിയോട് സംസാരിച്ച അത്രയുള്ള ഒരു ഫീൽ അവൻക്ക് റോബോട്ടിനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നില്ല. അവന് വളരെയധികം സംശയം തോന്നുന്നുണ്ട്. എന്നാലും
അവനൊരു സമാധാനത്തിനായി റോബോട്ടിനോട് പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിം പിറ്റേന്ന് രാവിലെ ഒരു ലോങ് ട്രിപ്പിനായി പോവുകയാണ്. അങ്ങനെ അവൻ ട്രെയിനിലെല്ലാം കയറിയിരിക്കുമ്പോഴാണ് അവൻ്റെ നേരെ ജിയ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ജിയെ കണ്ട് അവൻ നെട്ടുന്നുണ്ട്. ജിയ അവനെ കണ്ടും നെട്ടുന്നുണ്ട്. ഇതെല്ലാമാണ് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 10th എപ്പിസോഡിലുള്ളത്.